ന്യൂ ജൽപായ്ഗുരി പട്ന ക്യാപിറ്റൽ എക്സ്പ്രസിൽ ബീഹാറിലേക്ക് കടത്തുകയായിരുന്ന 18നും 31നും ഇടയിൽ പ്രായമുള്ള 56 യുവതികളെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും മോചിപ്പിച്ചു. യുവതികളെ ട്രെയിനിൽ കൊണ്ടുപോയ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് തങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോയതെന്നാണ് യുവതികളുടെ മൊഴി. എന്നാൽ ഇവരെ ബീഹാറിലേക്കുള്ള ട്രെയിനിലാണ് തട്ടിപ്പുകാർ കൊണ്ടുപോയിരുന്നത്. ഇവർ തൊഴിൽ തട്ടിപ്പിനിരയായെന്നാണ് കരുതുന്നത്. ട്രെയിനിൽ യുവതികളെ കണ്ട് സംശയം തോന്നിയ RPF സംഘം വിശദമായ പരിശോധന നടത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. യുവതികളുടെ കൈവശം യാത്രാ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഇവരുടെ കൈകൾ ട്രെയിനിലെ കോച്ച് നമ്പരും ബർത്ത് നമ്പരും പതിച്ചിരുന്നു. ഇത് കണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഒരു കൂട്ടം യുവതികൾ ഇത്തരത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി കണ്ടെത്തി. ഇവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ബംഗളൂരുവിലേക്ക് ജോലിക്ക് പോവുകയാണെന്ന് മൊഴി നൽകിയത്. ഇതോടെ യുവതികളെ ട്രെയിനിൽ കൊണ്ടുപോയത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ല. യുവതികളുടെ ജോലി സംബന്ധിച്ച രേഖകളും ഹാജരാക്കാനായില്ല. ഇതോടെ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പശ്ചിമ ബംഗാളിലെ ന്യൂ ജയ്പാൽഗുരി സ്റ്റേഷനിൽ വെച്ചാണ് യുവതികളെ രക്ഷിച്ചത്. ബംഗാളിലെ ജയ്പാൽഗുരി, അലിപുർദുവാർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള യുവതികളെയാണ് രക്ഷപ്പെടുത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും യുവതികളെ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിച്ചെന്നും റെയിൽവേ പോലീസും RPFും അറിയിച്ചു.